നോക്കൂ, കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വ്യാവസായിക വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും പതിറ്റാണ്ടുകൾ പുറകിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിൽ ദൃഷ്ടിഗോചരമാകുന്ന, ആകാശത്ത് നോക്കുന്ന സമയത്ത് ദൃഷ്ടിഗോചരമാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് UDF സർക്കാരുകൾ അധികാരത്തിലിരുന്ന സമയത്താണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അധികാരത്തിലുള്ളപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഡെവലപ്മെന്റ് പ്രൊജക്ട്സും നടന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി സർക്കാർ, കോഴിക്കോട് എയർപോർട്ട് കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്, കൊച്ചിൻ മെട്രോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, ഫാക്ട് കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്, കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്, വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്. അങ്ങനെ കേരളത്തിലെ കണ്ണായ വികസന പ്രവർത്തനങ്ങൾ, മനുഷ്യന് കാണാൻ സാധിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് UDF മുഖ്യമന്ത്രിമാർ കേരളത്തിൽ അധികാരത്തിനപ്പോഴും, ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും, ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടി, നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി ധാരാളം പ്രവർത്തനം നടക്കുകയും ധാരാളമായി പുതിയ നിക്ഷേപ അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ നടന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം UDF സർക്കാരുകളുടെ ഇനീഷ്യേറ്റീവായിരുന്നു. ആ സമയത്തൊക്കെ വികസന വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി, വിശേഷ CPM. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ആകാശത്ത് നോക്കുന്ന സമയത്ത് ദൃഷ്ടിഗോചരമാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും, ലാർജ് സ്കെയിൽ ഡെവലപ്മെന്റ് എല്ലാം UDF ചെയ്താണെങ്കിൽ, ആകാശത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിൽ കൂട്ടിക്കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും കൂട്ടിച്ചിട്ടുള്ളത് കേരളത്തിലെ CPM ആണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ചെങ്കൊടി കുത്തിയിട്ടാണ് കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവനും കൂട്ടിപ്പോയിട്ടുള്ളത്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും നാടുവിടേണ്ടി വന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ളത്. ഒരു കോൺഗ്രസുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത്, കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി കുത്തിയതിന്റെ പേരിൽ കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനവും കൂട്ടി നാടുവിടേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. ഒരു വ്യവസായിക്കും കേരളത്തിൽ കോൺഗ്രസുകാരന് പീഡനം അനുഭവിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എപ്പോഴും പ്രോ ബിസിനസ് ആയിട്ടുള്ള, പ്രോ എന്റർപ്രണർഷിപ്പ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ദേശീയ തലത്തിൽ തന്നെ നമുക്കറിയാം, 91 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ശ്രീ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന ഒരു സാമ്പത്തിക കുതിപ്പിലെത്തിയത്. രാജ്യത്തിന്റെ സുശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് സർക്കാരുകൾ വിജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാകിയ അടിത്തറയിലാണ് രാജ്യം ഇന്ന് വളർന്നു വികസിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് CPM-ഉം BJP-യും സ്വീകരിച്ചിരുന്നത്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. 91 LPG നയം മാറ്റം നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള വലിയ പ്രചരണം നടത്തിയതിന് മുന്നിൽ CPM-ഉം BJP-യും ഒറ്റക്കെട്ടായിരുന്നു. അന്ന് ഘാട്ടം കാണാച്ചരടം, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ ലോകബാങ്ക് വന്ന് ഇന്ത്യയെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പ സമയത്ത് ഇടതുപക്ഷമൊക്കെ അന്ന് നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ച് നല്ല ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇന്ന് ഈ CPM-ഉം BJP-യും ഒക്കെ നയം മാറ്റി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള സാമ്പത്തിക നയത്തെ പിന്തുടരേണ്ട അവസ്ഥയിലേക്ക് അവർ വന്നുയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ആളുകൾ ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലിക്ക് വേണ്ടി മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടി മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞു CPM. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ, രാജ്യത്തെ പ്രധാനപ്പെട്ട 100 യൂണിവേഴ്സിറ്റികളിൽ പെടുത്താവുന്ന ഒന്നുപോലുമില്ല എന്നതാണ് വസ്തുത. അപ്പം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ കേരളം CPM-ന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം പരാജയപ്പെട്ടു. മേഖലകളിലും വികസന വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടും നയവുമായിട്ട് ഇടതുപക്ഷം നിലനിന്നതുകൊണ്ടാണ് കേരളം വാസ്തവത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം പുറകിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരു കാലത്ത് കേരളത്തിന്റെ ഒപ്പം ഒന്നും ഇല്ലാതിരുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം ഇന്ന് വലിയ തോതിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു. അവിടെ MSME സെക്ടറിലൊക്കെ ലക്ഷക്കണക്കിന് പുതിയ സ്ഥാപനങ്ങൾ വന്നു, പുതിയ സ്റ്റാർട്ടപ്പുകൾ വന്നു, പുതിയ വ്യാവസായിക നയത്തിന്റെയൊക്കെ ഭാഗമായിട്ട് വലിയ കുതിപ്പ് അവിടെ ഉണ്ടായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ആ സംസ്ഥാനങ്ങൾ തുടങ്ങി. മലയാളി കുട്ടികളടക്കം ആ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ ഇതെല്ലാം ഉണ്ടാകാൻ കാരണം കേരളത്തിൽ നിന്ന് ഒരു തലമുറ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് കേരളം മലയാളികൾ താമസിക്കാത്ത സ്ഥലമായി മാറ്റിയതിന്റെ പുറകിൽ അത്
CPM സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം പ്രതിരോധകരമായിട്ടുള്ള നിലപാടുകളുണ്ടാകും. അത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ ഈ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോ CPM നയം മാറ്റുമ്പോൾ CPM വാസ്തവത്തിൽ ചെയ്യേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിലെ കഴിഞ്ഞ 3-4 തലമുറയോടും മാപ്പ് ചോദിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, കോൺഗ്രസ് ആയിരുന്നു ശരി, കോൺഗ്രസിന്റെ നയമായിരുന്നു ശരി എന്ന് ഇനിയെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയാൻ, തുറന്നു പറയാനും മാപ്പ് പറയാനും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകണം. നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകമാദരിക്കുന്ന TP ശ്രീനിവാസനെ ചെയർമാനാക്കി ഉമ്മൻചാണ്ടി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമിതി തുടങ്ങിയപ്പോൾ TP ശ്രീനിവാസന്റെ മുഖത്ത് പ്രഹരിക്കുന്ന ദൃശ്യങ്ങൾ, SFI ഗുണ്ടകൾ മുഖത്ത് പ്രഹരിച്ച ആ വയോവൃദ്ധനായിട്ടുള്ള മനുഷ്യനെ നിലത്ത് ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അതേ CPM സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാൻ വേണ്ടി പുതിയ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരട്ടെ എന്ന് പറയുന്നു. ഈ സമരമൊക്കെ നടക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ പഠിച്ചിരുന്നത് അമൃത യൂണിവേഴ്സിറ്റിയിലായിരുന്നു, സ്വകാര്യ സർവകലാശാലയിലായിരുന്നു. മകൻ വിവേക് പഠിച്ചിരുന്നത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലായിരുന്നു, വിദേശ സർവകലാശാലയായിരുന്നു. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം സ്വന്തം മക്കളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ വിട്ട ശേഷം നാട്ടുകാരുടെ മക്കളെ മുഴുവനും ആദർശം പറഞ്ഞുകൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ CPM കേരളത്തിലെ 2-3 തലമുറയോടെങ്കിലും മാപ്പ് ചോദിക്കേണ്ടി വരും. ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കൂട്ടിക്കിടക്കുന്ന ഒരുപാട് വീടുകളാണ്. അതിന് കാരണം വലിയ തോതിലുള്ള മൈഗ്രേഷനാണ്. ഇതുപോലൊരു സാമൂഹിക ദുരന്തം വരുത്തി വെച്ചതിന്റെ ഉത്തരവാദിത്വം CPMന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കേരളത്തിൽ വികസനം വരണം. ഇപ്പോൾ കേരളത്തിലെ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ഥലമേറ്റെടുപ്പ് സാധ്യമായത് UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയമപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. നേരത്തെ സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് മിതമായ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടാത്തതിന്റെ പേരിൽ ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നുവെങ്കിൽ UPA സർക്കാർ പുതിയ നിയമപരിഷ്കരണത്തിലൂടെ കൃത്യമായ വില ഈ സ്ഥല ഉടമകൾക്ക് ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് ജനങ്ങൾ സ്വമേധയാ തന്നെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായതും ഇന്ന് ദേശീയപാതയുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമായി തീർന്നിട്ടുള്ളത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളൊക്കെ കേൾക്കാനുള്ളതാണ്. അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും, കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഒക്കെ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ദേശീയപാത വികസനം ഏറെക്കുറെ പൂർത്തീകരിച്ചതായിരുന്നു. കേരളത്തിൽ മാത്രം അത് സാധ്യമാകാതെ വന്നത് CPM തന്നെ സ്വീകരിച്ചിട്ടുള്ള ഭൂമി ഏറ്റെടുക്കലിനെതിരായി സ്വീകരിച്ച നിലപാടുകൾ കൊണ്ടും ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് പലപ്പോഴും ഈ ഭൂമി ഏറ്റെടുക്കലിനെതിരായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ CPM നേതൃത്വം സംഘടിച്ചുകൊണ്ടുമൊക്കെയാണ് ദേശീയപാത വികസനമൊക്കെ ഇത്രയും കാലം അവിടെ തടസ്സപ്പെട്ടത്. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ കേരളത്തെ വികസന കാര്യത്തിൽ പുറകോട്ടടിച്ചതിന്റെ ക്രെഡിറ്റാണ് വാസ്തവത്തിൽ കേരളത്തെ ഇടതുപക്ഷത്തിനും CPMനും ഒക്കെ ഉള്ളത്. അവർക്കൊരിക്കലും വികസനത്തിന്റെ പേരിൽ മേലിനടിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ നയങ്ങളും കോൺഗ്രസ് ഗവൺമെന്റുകൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളും ഒരു കാലത്ത് അവർ എന്തൊക്കെയാണോ എതിർത്തത്, CPM എന്തിനൊക്കെയാണോ എതിർത്തത്, അത് മുഴുവൻ ഇന്ന് അവർ ശരിയാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു ശരിയെന്ന് ഒരിക്കൽ കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വ്യാപകമാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ, കുട്ടികളെ ഒക്കെ വഴിതെറ്റിക്കുന്ന, കാമ തിന്നുന്ന ഒരു വലിയ വിപത്തായി അത് മാറി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് സംബന്ധിച്ച് നിയമസഭയിലൊക്കെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് UDFും കോൺഗ്രസും സർക്കാർ എടുക്കുന്ന ലഹരിക്കെതിരായി എടുക്കുന്ന നടപടികൾക്ക് പരിപൂർണമായ പിന്തുണ അവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിലുപരിയായി സർക്കാർ എടുക്കുന്ന നടപടികളെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസും UDFും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ലഹരിക്കെതിരായിട്ട് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമല്ല എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരം ഒഴിയുന്ന സമയത്ത് കേരളത്തിലുള്ള ബാറുകളുടെ എണ്ണം 26 മറ്റാണ്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ തുറക്കാൻ പോകുന്നത് നിങ്ങൾ കൂട്ടിയ ബാറുകളല്ല, നിങ്ങൾ കൂട്ടിയ സ്കൂളുകളാണെന്ന പരസ്യം കൊടുത്തിട്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. ഇന്ന് കേരളത്തിൽ ഏകദേശം 1000-ഓളം ബാറുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 26 ബാറുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കേരളത്തിൽ 1000-ഓളം ബാറുകളാണ്. വ്യാപകമായി കേരളത്തിൽ മദ്യം ഒഴുക്കുന്ന സമീപനം കേരളത്തിൽ സർക്കാർ സ്വീകരിച്ചു. അതായത് CPMന്റെ മദ്യനയം തന്നെ മദ്യവ്യാപനമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും മദ്യം സുലഭമായി കിട്ടി. ഇതിന്റെ പ്രശ്നം ഈ ലഹരിയുടെ ഒരു ഘട്ടം മദ്യമാണെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടമാണ് സിന്തറ്റിക് ഡ്രഗ്സ്. മദ്യത്തിൽ നിന്ന് ലഹരി പോരാതെ വരുന്ന സമയത്താണ് ആളുകൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് തിരിയുന്നത്. അപ്പം മദ്യം സമൂഹത്തിൽ നോർമലൈസ് ചെയ്തതിനു ശേഷം അടുത്ത ഘട്ടമായി സിന്തറ്റിക് ഡ്രഗ്സ് കടന്നു വരുന്ന സമയത്ത്
നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ അത് സംസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്താൻ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ശക്തമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ UPA ഭരണശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് സിന്തറ്റിക് ഡ്രഗ്സിന്റെ വ്യാപനം 230% വർദ്ധിച്ചു. 230%. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തേക്ക് ഡ്രഗ്സ് കടന്നു വരുന്നത് കേവലം സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ജിയോഗ്രാഫിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട 6 രാജ്യങ്ങൾ ഇന്ത്യയുടെ ചുറ്റുമുണ്ട്. ഒന്ന് ഒരു വശത്ത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മറുവശത്ത് മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ്. ഇങ്ങനെ ഈ 6 ലഹരിയുമായി ബന്ധപ്പെട്ട, ലഹരിയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട 6 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ചുറ്റുമുള്ളത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ലഹരി മാഫിയയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. മോദിയുടെ സ്വന്തം അദാനിയുടെ മുദ്ര പോർട്ടിൽ നിന്നാണ് 21,000 കോടി രൂപയുടെ ഹെറോയിൻ 2021 പിടികൂടുന്നത്. അപ്പോൾ ഗുജറാത്തിലെ പോർട്ടുകളിലൂടെ വലിയ തോതിൽ ലഹരി ഇന്ത്യയിലേക്ക് കടത്തുന്നു എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാർക്ക് ഒരുപോലെ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ, നമ്മുടെ തലമുറയെ, യുവതലമുറയെ പൂർണ്ണമായും കാർന്നു തിന്നുന്ന ലഹരിയെ പോലെയുള്ള ഈ കാര്യങ്ങൾ തടയുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെടുന്നതിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും സർക്കാരുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ, ലഹരിക്കെതിരായി ഏത് നടപടി സ്വീകരിച്ചാലും അതിന് അതിശക്തമായ പിന്തുണ കോൺഗ്രസ് പ്രസ്ഥാനം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത് ജനങ്ങളുടെ ഒരു പൊതുവായ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിനുപരിയായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു പൊതു പ്രശ്നമാണ്. പക്ഷെ സർക്കാരുകൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രകാരം കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 42% വോട്ടോടുകൂടി 110 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്നാണ് സർവേ പറയുന്നത്. 2ാം സ്ഥാനത്ത് വരുന്ന LDFന് 30% വോട്ട് മാത്രമേ കിട്ടുമെന്ന് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നു. 3ാം സ്ഥാനത്ത് വരുന്ന NDAക്ക് 24% വോട്ടാണ് പറ്റിയിരിക്കുന്നത്. CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-ഉം BJP-യും തമ്മിലുള്ള അന്തരം കേരളത്തിൽ കുറയുന്നു. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ അവർ തമ്മിലുള്ള അന്തരം കുറയും. അതിന് പ്രധാനപ്പെട്ട കാരണം 2 കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഒന്നാണ് എന്നതാണ്. 2 കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ഒന്ന് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ്. 2, ഒരു പ്രത്യേക വിഭാഗത്തെ, മതന്യൂനപക്ഷ വിഭാഗത്തെ പാർശ്വവൽക്കരിച്ച്, അപരവൽക്കരിച്ച്, അന്യവൽക്കരിച്ച് അവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം ഈ 2 പാർട്ടിക്കാരും ഒരുപോലെ സ്വീകരിക്കുന്നു. ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് 2 കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അത്തരത്തിലൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു ഭിന്നിപ്പിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ CPM-ഉം BJP-യും ശ്രമിക്കുന്നു. CPM നേതാക്കളുടെ അടുത്ത കാലത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് വസ്തുതകൾ ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ഈ 2 കൂട്ടരും പരിശ്രമിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ട്രൂ സെക്യുലർ ഫോഴ്സായി മാറുക എന്നുള്ളതാണ് UDF-നും കോൺഗ്രസിനും ചെയ്യാനുള്ളത്. UDF-ഉം കോൺഗ്രസുമാണ് ട്രൂ സെക്യുലർ ഫോഴ്സ്. ഈ 2 കൂട്ടരും, CPM-ഉം BJP-യും വർഗീയമായി, വിദ്വേഷപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിന്നുകൊണ്ട്, സർവ്വധർമ്മ സമഭാവനയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒന്നാണ്. ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയും. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്.